സുന്ദരമായ നീലാകാശം, അനന്തനീലിമയുടെ അഭൗമ സൗന്ദര്യം. ഇവിടെ താഴെ മണ്ണിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷലതാദികൾ, പ്രത്യേകിച്ച് മാമ്പൂക്കൾ. തൊട്ടടുത്ത് ശിശിരം അതിൻ്റെ തളിരുകൾ കൊഴിച്ചു വയ്ക്കവേ വസന്തം വരവേൽക്കാനുണ്ട്. അല്പം മുൻകൂറായി തന്നെ മാവുകളെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. പൂക്കാത്ത മാങ്കൊമ്പുണ്ടോ എന്നാണ് കേരളത്തിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ചോദ്യം. അതെ, അങ്ങനെയാണ് ധനു മകരമാസങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കാലാവസ്ഥ വ്യതിയാനം വന്നില്ലെങ്കിൽ ഈ മാമ്പൂക്കൾ ഉണ്ണിമാങ്ങകളായും മാങ്ങയായും മാങ്കനിയായും നമുക്ക് ലഭിക്കും. പക്ഷേ രസം അതല്ല. പ്രകൃതി നമുക്ക് വേണ്ടി നൽകുന്ന ഈ വലിയ വിരുന്നിൽ നാം എത്രമാത്രം സത്യസന്ധതയോടുകൂടിയാണ് പങ്കെടുക്കുന്നത്. ഇതിനെ വരവേൽക്കുന്ന പക്ഷിമൃഗാദികൾ, വണ്ടുകൾ, പൂമ്പാറ്റകൾ, നിശാശലഭങ്ങൾ എല്ലാം അവയ്ക്കുള്ള പങ്ക് ഏറ്റെടുത്ത ശേഷം ബാക്കിയുള്ളവ നശിപ്പിക്കാതെ പ്രകൃതിക്ക് വേണ്ടി തന്നെ കാത്തു സൂക്ഷിക്കുന്നു. നാം കൊന്നും തകർത്തും മുടിച്ചും എല്ലാം സ്വന്തമാക്കി മാറ്റുന്നു. പ്രകൃതിയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് ഈ പ്രകൃതി ഭംഗികൾ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടെ? എല്ലാവർക്കും വേണ്ടിയുള്ള പ്രകൃതി വിഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സങ്കല്പത്തിലേക്ക്. ഇത് സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും വസന്തോത്സവമാണ്. കാലമേറെ കടന്നുപോയാലും ഇവിടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് ഇത് ബാക്കി വെച്ചുകൊണ്ട് നാം മുന്നോട്ട് പ്രയാണം ആരംഭിക്കണം. ഇത് സൗന്ദര്യമാണ്, ഇത് പ്രകൃതിയാണ്, ഇത് പ്രകൃതിയുടെ സത്യമാണ്, ഇത് സനാതനമായ വിശ്വാസങ്ങളാണ്, ഇത് ശാസ്ത്രമാണ്, ഇത് യുക്തിബോധമാണ്, ഇത് കവിതയാണ്, ഇത് സംസ്കാരമാണ്. സർവോപരി മനുഷ്യരാശിയുടെ എന്നല്ല, ഒരു ജീവരാശിയുടെ മുഴുവൻ മധുരമധുരോദാരമായ സങ്കല്പമാണ്. ഹൃദ്യവും സുന്ദരവുമായ ഈ നിമിഷത്തിൽ ഈ നീലാകാശത്തിൻ്റെ ചുവടെ നിന്നുകൊണ്ട് ഒരു എളിയ പ്രകൃതി സ്നേഹി സുരേന്ദ്രൻ പുന്നശ്ശേരി, അമേച്ചൂർ വാനനിരീക്ഷകൻ. അമേച്ചൂറ എന്ന ആ പദം ഞാൻ വീണ്ടും ഓർക്കുകയാണ്. പ്രണയം, പ്രകൃതിയോടുള്ള അകൈതവമായ പ്രണയം. അതൊരു ചെടി നടുന്നതിലൂടെയോ ഒത്തിരി വെള്ളം ഒരു ചെടിക്ക് ഒഴിക്കുന്നതിലൂടെയോ മാത്രം നിലനിൽക്കാവുന്നതല്ല. ഇത് തിരിച്ചറിയാനും ഭാവി തലമുറകൾക്ക് വേണ്ടി അവയെപ്പറ്റി പറയാനും ഉള്ള മാനസിക അവസ്ഥ കൂടിയാണ്. സ്നേഹനിർമ്മലമായ ഈ പൂങ്കാവനത്തിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ദിനങ്ങൾ ആശംസിക്കുന്നു. നന്ദിയോടെ, സ്നേഹത്തോടെ.